ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളല്ലാതായി മാറിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇല്ലേ? പഴയ ഞാനല്ലല്ലോ, പണ്ട് ഇങ്ങനെയല്ലായിരുന്നല്ലോ, പണ്ട് ഞാൻ ഭയങ്കര തൊട്ടാവാടിയായിരുന്നു, എന്ത് കണ്ടാലും കരയും സങ്കടപ്പെടും, ഇതൊക്കെ ആയിരുന്നല്ലോ, ഇപ്പം ഞാനെല്ലാം മാറിയല്ലോ, ഇപ്പം മാറ്റി ചിന്തിക്കാൻ പഠിച്ചല്ലോ, ദേഷ്യങ്ങളും വെറുപ്പുകളും ഒക്കെ കുറേ കുറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരും. ആ പ്രതിസന്ധി എങ്ങനെയാണോ കടന്നു പോയത് അതൊക്കെ തരണം ചെയ്ത് ഓർക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നുന്നു. ജീവിതത്തിൽ എന്തോ ഒരു മഹാഭാരത യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മളിരുന്ന് ചിന്തിച്ചു കൂട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതൊക്കെ എങ്ങനെ കടന്നുപോയി എന്നും ഓർത്തു. ഈ മക്കളെയൊക്കെ എങ്ങനെ വളർത്തി, ഞാൻ തന്നെയാണല്ലോ വളർത്തിയത് എന്നൊക്കെ പലരും ചിന്തിക്കുന്നു ഇല്ലേ? എന്തോരം കഷ്ടപ്പാട് ശ്രമിച്ചു എന്നൊക്കെ. പക്ഷേ കാലം നമ്മളെല്ലാം മാറ്റിമറിക്കും കേട്ടോ. നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ കാലം നമുക്ക് കൊണ്ടുത്തരും. കാരണം നമ്മൾ പറയും, കാലം അങ്ങനെ ഇനിയും കിടക്കണു ജീവിക്കാൻ, ഇനി അനുഭവിക്കാൻ കിടക്കണമെന്ന് പറയും. ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അനുഭവിച്ചതൊന്നും നിസ്സാര കാര്യങ്ങളായിരുന്നു എന്ന് പിന്നെ ചിലർക്ക് മനസ്സിലാകും, ജീവിതം ഇത്രയും സുന്ദരമായിരുന്നു എന്ന് മനസ്സിലാകും. ആസ്വദിക്കും മക്കളുടെ വളർച്ചകളും അവരുടെ നല്ല നിലയിലെത്തിയതും. നമ്മൾ പണ്ട് മടുത്തുപോയി ജീവിതം അവസാനിപ്പിച്ചാൽ ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നോ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നമുക്ക് തരികയും ചെയ്യും. കാലത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പം നമ്മളൊന്ന് വിചാരിക്കുക, നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളിലേക്ക് രാവും പകലും പോലെ മാറി 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 വരും. നമ്മൾ സന്തോഷങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. സന്തോഷം അനുഭവിക്കുന്നത് ദുഃഖങ്ങളും വരും. അത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ദുഃഖങ്ങളായിരിക്കില്ല, അത് ഉറപ്പായ കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ പോലും അതിൽ സന്തോഷം കണ്ടെത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമ്മളത് ചിന്തിച്ച് നോക്കി, എത്രയോ മനുഷ്യരുണ്ട് ഒന്നുമില്ലായ്കയിൽ പോലും അവരാ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നത്. അതുപോലെ നമുക്കും ആകാൻ സാധിക്കണം. ഉള്ളത് സന്തോഷം ഇല്ലേ, അതിൽ സന്തോഷം കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിനാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്, അല്ലാണ്ട് വേറെ ഒന്നിനുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ശരിയല്ലേ? ഇത് ചിന്തിച്ചു നോക്കുക. നമ്മൾ ചുറ്റും നമുക്കുള്ളവരുടെ എല്ലാവരുടെയും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുക. അതിൽ പരം ഭാഗ്യം വേറെ വല്ലതും ഉണ്ടോ? എന്നും രോഗങ്ങളായിട്ടും എഴുന്നേൽക്കാൻ പറ്റാതെയും ആരോഗ്യമില്ലാതെയും കിടക്കുന്നവരുടെ അവസ്ഥകളപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഇല്ലേ? മരുന്നില്ലാണ്ട് ഒരാളുടെ പരസഹായമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെന്ത് ഭാഗ്യവാന്മാർ ഇല്ലേ? ശരിയാണോ?